ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറേയേറെ ന്യൂസുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട് ആപ്പിനെ കുറിച്ച്. അപ്പോൾ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നു. ഏതൊക്കെയോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഈ പരസ്യം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ എനിക്കത് യൂസ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ സംഭവം മനസ്സിലായി, ഇത് ഫുൾ ഉടായ്പാണിത്. അപ്പം ഞാനത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്തരം പരസ്യങ്ങൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കുട്ടികളാണ് ഇത്തരം കെണിയിൽ പെട്ടെന്ന് പോയി പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ മോഡലാക്കുന്ന കുറേയേറെ കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ അത്തരം മക്കളാണ് ഈ ചതിക്കുഴികളിൽ മെയിനായിട്ട് പോയി പെടുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം പരസ്യങ്ങൾ പൈസ വാങ്ങി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞു വേണം ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇന്നത്തെ സമൂഹം പോകുന്ന പോക്ക് വളരെയധികം അപകടത്തിലേക്കാണ്. അതിൻ്റെ കൂടെ ഇത്തരം കാര്യങ്ങളോടും കൂടി വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ സമൂഹം നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ശ്രദ്ധിക്കാം ഇത്തരം പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ. ഓക്കെ, ഇത്രയൊക്കെ എന്ന് പറയാനുള്ളൂ. ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, ബൈ.